ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് നൽകി നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി, നമ്മെ വിടുവിക്കാനായിട്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മുടെ അടുക്കലേക്ക് തൻ്റെ ദൂതന്മാരെ അയച്ച്, തൻ്റെ ദാസന്മാരെ അയച്ച് ഇന്നും നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. എ റോയൽ എൻട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എ ട്രയംഫൽ എൻട്രി ഓഫ് ലോർഡ് ജീസസ്, ഓർ എ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ യെരുശലേം ദൈവാലയത്തിലേക്കുള്ള കഴുതപ്പുറത്തുള്ള യാത്ര എന്ന് പറയുന്നത്. അതിനെ വളരെ ആഘോഷപൂർവമാണ് അന്നത്തെ വിശ്വാസ സമൂഹം കൈനീട്ടി സ്വീകരിക്കുകയും അതിനെ വളരെയധികം അവിസ്മരണീയമാക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുകയും ചെയ്തു. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തെ ത്വരിതപ്പെടുത്തുന്ന, ഒന്നുകൂടി ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ യേശുവിൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനം അഥവാ മഹത്വ പ്രവേശനം എന്ന് പറയുന്നത്. നമ്മൾ ഈ സന്ദേശത്തിലൂടെ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തിനാണ് യേശു കർത്താവ് യെരുശലേം ദൈവാലയത്തിലേക്ക് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്തത്? 2, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 29 മുതൽ അതിൻ്റെ 40 വരെയുള്ള ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നതായ ആത്മീക പാഠങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ വളരെ പെട്ടെന്ന് പ്രാർത്ഥനയോടെ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് യേശു കർത്താവ് ഒരു കഴുതയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് സ്തോത്രം തൻ്റെ രാജകീയമായ പ്രവേശനം നടത്തിയത്? ഞാൻ അതിനൊരു 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1, ലോകത്തിൽ വരുവാനുള്ളതായ മശിഹ താൻ തന്നെയാണ് എന്ന് യഹൂദന്മാരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് കർത്താവ് ഈ ഒരു യാത്രയെ സംഘടിപ്പിക്കാനായിട്ട് ഇടയായി. ചരിത്രകാരന്മാർ പറയുന്നത്, ഓരോ വർഷവും 30 ലക്ഷത്തിൽ പരം ആളുകൾ പെസഹ ആചരിക്കാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കടന്നു വരാറുണ്ടായിരുന്നു എന്നാണ്. ഏകദേശം 2,50,000 പരം ആട്ടിൻകുട്ടികളെ പെസഹയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹൂദ ജനത വഴിപാടായി യാഗമായി അർപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചതായ ആ പെസഹ അനുഭവം ഓർക്കാനായിട്ട് വരുമ്പോൾ താനാണ് പുതിയ നിയമത്തിനകത്ത് അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാടെന്ന് ജനത്തോട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇതിലും ബെസ്റ്റായ വേറൊരു ടൈം കിട്ടാനായിട്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയതായ കർത്താവ് സ്തോത്രം ഈ ഒരു സംഭവത്തിന് വേണ്ടി അവസരം ഒരുക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം അവിടെ നിറവേറ്റുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, പുരാതന കാലത്ത് യുദ്ധം ജയിച്ചു വരുന്നതായിട്ടുള്ള ഒരു രാജാവ് കുതിരപ്പുറത്തും സമാധാന സന്ദേശവുമായി വരുന്നതായ ഒരു വ്യക്തി കഴുതപ്പുറത്തും സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്നാണ്. റോമൻ ആധിപത്യത്തിൽ നിന്നും യഹൂദ ജനത്തെ രക്ഷിക്കും എന്ന് കരുതിയതായ ജനത്തോട് കർത്താവ് വിളിച്ചു പറയുകയാണ്, റോമൻ ആധിപത്യത്തിൽ നിന്നും സൈനിക ശക്തി ഉപയോഗിച്ച് ഭരണം പിടിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു രാജാവല്ല താനെന്നും, മറിച്ച് സ്നേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അന്ധകാര ശക്തികളുടെ പിടിയിൽ നിന്നും ദൈവജനത്തെ രക്ഷിക്കുന്ന, അവരുടെ ഹൃദയത്തിനകത്ത് രാജാവായി വാഴാനായി ആഗ്രഹിക്കുന്ന ഒരു സമാധാനത്തിൻ്റെ പ്രഭുവാണെന്ന്, സമാധാനത്തിൻ്റെ പ്രഭുവാണ് എന്നും ലോകത്തോടും തൻ്റെ ജനതയോടും വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ കർത്താവ് തിരഞ്ഞെടുത്തത്.
വാസ്തവത്തിൽ ഇത് വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ദൈവം ലോകത്തിന് നൽകുന്നതായ രക്ഷകൻ യേശുവാണെന്ന് വിളിച്ചു പറയാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തതായിട്ടുള്ള ഒരു പ്രത്യേക സംഭവമായിരുന്നു യേശുവിൻ്റെ ഈ റോയൽ എൻട്രി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗം, അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 40 വരെയുള്ള വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായ ഒത്തിരി ആത്മീക പാഠങ്ങളുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 34 വരെയുള്ള വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് നൽകുന്നതായ ഒന്നാമത്തെ ആത്മീക പാഠം എന്ന് പറയുന്നത് മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്നും അഥവാ ബന്ധനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം തരുന്ന രക്ഷകനാണ് യേശു കർത്താവ് എന്ന പാഠമാണ്. മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ബന്ധനങ്ങൾ പലതാണ്. അതൊരുപക്ഷെ മാനസികമാകാം, വൈകാരിക തലത്തിലുള്ളതാവാം, ആധ്യാത്മിക തലത്തിലുള്ളതാവാം, ശാരീരികമായ തലത്തിലുള്ളതാവാം. ഏത് തരത്തിലുള്ളതായിട്ടുള്ള ബന്ധനങ്ങളായിരുന്നാലും ശരി, കർത്താവായ യേശു ക്രിസ്തു ആ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യനെ അഴിച്ച് സ്വതന്ത്രമാക്കുന്നവനാണെന്നും ആ നിയോഗം സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നുമുള്ളതാണ് ഈ 5 വാക്യത്തിനകത്ത് ദൈവം നൽകുന്നതായിട്ടുള്ള ആലോചന എന്ന് പറയുന്നത്. നോക്കണം, അതിൻ്റെ 29-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ ഒലിവുമല അരികെ ബെത്ഫാഗയ്ക്കും ബേഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ അഴിക്കുന്നത് എന്തിനാണ് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്. 29-ാമത്തെ വാക്യം പറയുന്നത് ശിഷ്യന്മാരിൽ 2 പേരെ യേശു അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. അയക്കപ്പെട്ടവൻ എന്നാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ഒരു പ്രത്യേക ദൗത്യവുമായി യേശുക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരെയാണ് അപ്പോസ്തലന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ കർത്താവ് 2 പേരെ അയക്കുകയാണ്. അവരെ അയച്ചിട്ട് പറയുകയാണ്, ആ കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതക്കുട്ടിയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരുവിൻ എന്നാണ്. ഈ അഴിച്ചു കൊണ്ടുവരാനായിട്ട് കൽപ്പിക്കുന്നതായ ഈ കഴുതക്കുട്ടിയുടെ അല്ലെങ്കിൽ കഴുതയുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത എന്നാണ്. അപ്പം ഞാൻ അതിനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ആരും ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കാത്തതായ ഒരു കഴുതക്കുട്ടി. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കഴുതയുടെ കടിഞ്ഞൂലുകളെ ഒക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. അഥവാ വീണ്ടെടുത്തില്ല എങ്കിൽ അതിൻ്റെ കഴുത്തിനെ ഒടിച്ചു കളയണം. ഹല്ലേലൂയ. വേറെ തരത്തിൽ പറഞ്ഞാൽ അതിനെ കൊന്നുകളയണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കഴുതയെ വീണ്ടെടുക്കാനായിട്ട് ആളില്ലാതെ, സ്തോത്രം, കൊന്നുകളയാനായിട്ട് വഴിയരികിൽ കെട്ടിയിരുന്നതായ ഒരു കഴുതയെയാണ് കർത്താവ് അഴിച്ചു കൊണ്ടുവരുവാനായി തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ അയക്കുന്നത് എന്നാണ്. 2, ഇത് കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ആയിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഇതിനെ അഴിച്ചു കൊണ്ടുവരുവാനായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സ്തോത്രം ആവശ്യപ്പെടുകയാണ്. എന്തിനാണ് ഇതിനെ അഴിച്ചു കൊണ്ടുവരേണ്ടത്? ഈ കഴുതയെ കർത്താവിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സഹോദര സഹോദരി, നിങ്ങളെ എന്നെ കർത്താവിന് ആവശ്യമുണ്ട് എന്നാണ്. ഒരുപക്ഷെ ഏതൊക്കെയോ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കാം.
ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ ബന്ധനങ്ങൾക്കകത്ത് കെട്ടപ്പെട്ട് പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ സ്തോത്രം നിങ്ങൾ കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്തോത്രം മാനസികമായ സംഘർഷങ്ങൾക്കകത്ത്, ചില ജീവിത സാഹചര്യങ്ങൾക്കകത്ത് പെട്ടുപോയി നിങ്ങളിനി ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ചില ബന്ധനത്തിനകത്ത് അടിമപ്പെട്ട് അല്ലെങ്കിൽ അകപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ സന്ദേശത്തിലൂടെ കർത്താവ് പറയുകയാണ്, എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ചിലപ്പോഴെങ്കിലും ആളുകൾ പറയാറുണ്ട്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട, സ്തോത്രം കർത്താവിനും വേണ്ട, ഈ ഭൂമിക്ക് വേണ്ട, എന്തിന് ഈ ലോകത്തിൽ എന്നെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ ചോദിച്ചു പോകാറുണ്ട്, നമ്മൾ വിലപിച്ചു പോകാറുണ്ട്, അധൈര്യപ്പെട്ടു പോകാറുണ്ട്, സങ്കടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ ഏത് കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നിങ്ങളെ അഴിച്ചു കൊണ്ടുവരുവാൻ ദൈവം സ്തോത്രം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്നും ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമായ ഒരാലോചന തരികയാണ്. 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കുറെ തടവുകാരെ സ്വതന്ത്രരാക്കി വിട്ടയച്ചു എന്ന് ഒരിക്കൽ എനിക്ക് വായിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് വിട്ടയച്ചതായ ആളുകളുടെ കൂട്ടത്തിൽ ഒരു എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാള് ഒരു സുവിശേഷ പ്രതി വായിച്ച് ദൈവഭാഗത്തേക്ക് വരുവാൻ ഇടയായി. ദേശത്ത് ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പാമ്പാകുട എന്ന ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വികലാംഗനായ ഒരു ഭിക്ഷക്കാരൻ തൻ്റെ പേര് വിളിച്ചുകൊണ്ട് അടുത്തു വന്നു. തൻ്റെ പേരറിയാവുന്നതായ ആ ഭിക്ഷക്കാരൻ ആരായിരിക്കും എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ഭിക്ഷക്കാരൻ തൻ്റെ ചരിത്രം പറയാനായിട്ട് ഇടയായി. എബ്രഹാമിനൊപ്പം സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതായ ആളാണ് താനെന്നും ഇദ്ദേഹത്തോട് പങ്കുവെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തു വന്നതായിട്ടുള്ള അദ്ദേഹം ഒരു മദ്യപാനിയായും ഒരു അക്രമിയായും ദേശത്ത് ജീവിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ഒരു ലഹളയിൽ ഇരുമ്പ് വടി കൊണ്ടുള്ള അടിമൂലം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണും ഒരു കൈയും നഷ്ടമായി, കാലിനും ചില ക്ഷതം സംഭവിക്കുവാനായിട്ടിടയായി. അങ്ങനെ മറ്റു തൊഴിലൊന്നും ചെയ്യാനായിട്ട് നിർവാഹമില്ലാത്തത് കൊണ്ട് ഒരു ഭിക്ഷക്കാരനായി താൻ ഇന്ന് ജീവിക്കുന്നു എന്ന് ഈ എബ്രഹാം എന്ന സുവിശേഷ പ്രസംഗനോട് ഈ ഭിക്ഷക്കാരൻ അനുഭവം പങ്കുവയ്ക്കുവാൻ ഇടയായി എന്നാണ്. നോക്കണം, ഇവിടെ പറയുന്ന ഈ സംഭവം ഒരേ ദിവസം ജയിലിൽ നിന്ന് മോചിതരായ 2 പേര്, ഒരാള് ഒരു സുവിശേഷ പ്രതി വായിച്ച് യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുന്നു. മറ്റൊരാള് സ്തോത്രം പാപത്തിൻ്റെ ബന്ധനങ്ങൾക്കകത്ത് അകപ്പെട്ട് പുറത്തു വരാൻ കഴിയാതെ അദ്ദേഹം ഒരു ഭിക്ഷക്കാരനായി, ഒരു യാചകനായി അദ്ദേഹം തൻ്റെ ജീവിതത്തെ നരക തുല്യമായി നയിക്കുവാനായിട്ട് ഇടയായി എന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകുന്നതായിട്ടുള്ള സന്ദേശം എന്താണ്? നമ്മെ ഏത് ബന്ധനത്തിനകത്തു നിന്നും നമ്മെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവരുവാനായി യേശു ക്രിസ്തു മതിയായവനാണ് എന്ന ഒരു സന്ദേശമാണ് ഈ ഒരു വേദഭാഗത്തിനകത്ത്, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ രാജകീയമായ പ്രവേശനത്തിനകത്ത് നമുക്ക് നൽകുന്നതായ സന്ദേശത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. എന്താണ് സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ? ഈ കാലഘട്ടത്തിൽ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഇതുപോലെ കെട്ടപ്പെട്ട് വീണ്ടെടുക്കാൻ ആളില്ലാതെ ഏത് നിമിഷവും മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്ന് ചിന്തിച്ച് വേദനയോടും നിരാശയോടും ദുഃഖത്തോടും
തകർന്ന അനുഭവത്തിലും കഴിയുന്നതായ ചില ജീവിതങ്ങളെ ആ ബന്ധനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്നെല്ലാ സഭാവിഭാഗങ്ങളും ആ ദൗത്യത്തിൽ നിന്ന് കർത്താവ് എന്തിനു വേണ്ടിയാണോ ലോകത്തിൽ അപ്പോസ്തലന്മാരെ അയച്ചത്, സഭയെ ആക്കി വച്ചിരിക്കുന്നത്, ആ ദൗത്യത്തിൽ നിന്ന് ഇന്ന് സഭ മാറി, സ്തോത്രം, അവർ അവരുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിയുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയും അതിനു വേണ്ടി അവർ, സ്തോത്രം, സുവിശേഷത്തെ തന്നെ വിറ്റുകളയുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് ചാട്ടവാറ് കൊണ്ട് എല്ലാ തിന്മകളെയും സഭയ്ക്കകത്ത് നിന്ന് അടിച്ചു പുറത്താക്കി അതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇനി ഒരിക്കൽ കൂടി കർത്താവ് ചാട്ടവാറെടുത്തു എങ്കിൽ ആമേൻ നമുക്കൊരു രൂപാന്തരം വരികയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം. ഈ ഒരു വേദഭാഗത്തിനകത്ത് ഞാൻ ശ്രദ്ധിച്ചതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇതിനെ അഴിക്കുന്നത് അതിൻ്റെ ഉടയവർ കാണുമ്പോൾ അതിനെ അഴിക്കുന്നത് എന്തെന്ന് നിങ്ങളോട് ചോദിക്കും എന്നാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ കഴുതക്കുട്ടിയുടെ ഉടമസ്ഥൻ ആരാണ്? യേശു കർത്താവ് പറയുകയാണ്, അതിൻ്റെ ഉടയവർ, അതിൻ്റെ അവകാശികൾ പറയും, അതിനെ അഴിക്കുന്നത് എന്തിനാണ്, അതിനെന്തിനാണ് നിങ്ങൾ അഴിക്കുന്നത്, സ്വതന്ത്രമാക്കുന്നത് എന്ന് ചോദിക്കാം എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, കെട്ടപ്പെട്ടതായ അവസ്ഥയിൽ ഒരു വ്യക്തിയെ ഇട്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. ഒരു വ്യക്തിയെ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇട്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. എന്തിനാണ് ഈ ലോകത്തിൻ്റെ ദൈവം ഒരു വ്യക്തിയെ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇട്ടിരിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നത് ഒരു പാപിയുടെ യജമാനൻ അഥവാ ഉടമസ്ഥൻ സാത്താനാണ്. ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് ആ സ്പിരിറ്റായിരിക്കും. അപ്പൊ സാത്താൻ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുമ്പോൾ ആ വ്യക്തിയുടെ യജമാനൻ, സ്തോത്രം, പിശാചാണ്. ആ വ്യക്തിയുടെ മേൽ ആധിപത്യം പുലർത്തുന്നത്, അവകാശം പുലർത്തുന്നത് പിശാചിനാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ, പാപം ചെയ്യുന്ന അല്ലെങ്കിൽ പാപത്തിനകത്ത് കിടക്കുന്നതായ ഒരു വ്യക്തിയുടെ മേൽ പിശാചിന് ഒരു അവകാശമുണ്ട്. അങ്ങനെ ആ പിശാച്, അങ്ങനെ ഒരു വ്യക്തി എത്രത്തോളം പാപത്തിൻ്റെ ആ ബന്ധനത്തിനകത്ത് കിടക്കുമോ അത്രയും കാലം ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാനായിട്ട് സാധ്യമല്ല. അത് കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് അവരെ അഴിക്കാനായിട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ പുറപ്പെടുക എന്നുള്ളതാണ്. നിയമപരമായി ഈ ബന്ധനത്തിനകത്ത് കിടക്കുന്നിടത്തോളം കാലം, സ്തോത്രം, അവന് നമ്മുടെ മേൽ ഒരു അധികാരം ഉണ്ടായിരിക്കും. ഞാൻ ഇത് ഒരു ഉദാഹരണം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ഭവനത്തിൽ എന്നെ ചില ആളുകൾ ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചുകൊണ്ടുപോയി. ഞാൻ കടന്നുപോയതായ ഭവനം എന്ന് പറയുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ആരാധനകൾ നടത്തുകയും വിശ്വാസ ജീവിതം നയിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. അവരുടെ വീട്ടിനകത്ത് പ്രത്യേക പൂജാമുറിയും അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക ആരാധന സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ സ്ത്രീയാണ് ഈ പൂജാ കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കഴിയുന്ന കാലഘട്ടത്തിൽ അവർ ചില ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോവുകയും ഞങ്ങൾ ചില ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആ സ്ത്രീയിലുണ്ടായിരുന്നതായ പൈശാചിക ആത്മാവ് പുറത്തേക്ക് വന്നു. പലതരത്തിലുള്ളതായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ തന്നെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഫലമായി ആ സ്ത്രീയിൽ നിന്ന് ആ പൈശാചിക ശക്തി പുറത്തു പോകാനിടയായി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ആ ഭവനത്തിൽ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ആ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഈ സ്ത്രീയുടെ മൂത്ത മകള് പൈശാചിക ബാധയാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്.
ആ കുട്ടിയുടെ ഒരു കാല് മടക്കാനോ നിവർക്കാനോ കഴിയാതെ വണ്ണം ഒരു വടി പോലെ ഇങ്ങനെ നീട്ടി വയ്ക്കാനേ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് ഒരു വലിയ ഭാരമായിരുന്നു. അവർ എന്തെന്നറിയാതെ പല ചികിത്സകളും നടത്തി. ആ പെൺകുട്ടി വിവാഹപ്രായത്തിലേക്ക് തന്നെ വളർന്നു വന്നതുകൊണ്ട് കുടുംബത്തിനകത്തും ഇല്ലാത്തതായിട്ടുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ശക്തിയോടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടിയിലുണ്ടായിരുന്നതായ പൈശാചിക ശക്തിയും വെളിയിലേക്ക് വരാനിടയായി. അവളിലുണ്ടായിരുന്ന ആ ദുഷ്ടശക്തിയെ ഞങ്ങൾ എത്ര ശാസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് ആ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഒടുവിൽ ആ പെൺകുട്ടിയിലുണ്ടായിരുന്ന ആ അശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പറയാനായി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായൊരു സംഗതി, ആ കുടുംബത്തിനകത്ത് പിശാചിന് വസിക്കാൻ തക്കവണ്ണം ഒരു പ്രത്യേക അവകാശം ആ ഭവനത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന്. ഒടുവിൽ ആ അവകാശത്തെ ബ്രേക്ക് ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തെ ഒന്നുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിനകത്തുണ്ടായിരുന്ന പൈശാചിക ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുവാനും കാല് മടക്കാനോ ചലിപ്പിക്കുവാനോ കഴിയാതെ വണ്ണം ഒരു വടി പോലെ നിവർന്നിരുന്നതായ ആ കാലിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് ആ പെൺകുട്ടി പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഈ ലോകത്തിൻ്റെ അധിപതി സ്തോത്രം നമ്മുടെ ഉടമസ്ഥനായിരിക്കുമ്പോൾ അവൻ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അവൻ നമ്മളെ ബന്ധിച്ചു വച്ചിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും യേശുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരവും എവിടെയൊക്കെ ഉണ്ടാകുന്നുവോ അവിടെ എല്ലാം പിശാചിട്ടിരിക്കുന്ന കെട്ടുകൾ പൊട്ടി അവരെ അഴിയപ്പെട്ടവരായി പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവർ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കണം, യേശുവിൻ്റെ അടുക്കലേക്ക് ഈ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവന്നപ്പോൾ കർത്താവ് ആ കഴുതക്കുട്ടിക്ക് പുറത്ത് കയറി യെരുശലേമിലേക്ക് രാജകീയമായ പ്രവേശനം നടത്തുകയാണ്. സമാധാനത്തിൻ്റെ സന്ദേശവുമായി കർത്താവ് സ്തോത്രം മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളും അഴിയപ്പെടുമ്പോൾ നമ്മുടെ രാജാവായി കർത്താവായി നമ്മിൽ കർത്താവ് വാഴുകയും നമ്മിലൂടെ ലോകത്തോട് യേശു വിളിച്ചു പറയും, സ്തോത്രം, ഈ വ്യക്തിയിൽ വസിക്കുന്നത് ഞാനാണ് എന്ന്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഈ ഒരു പ്രത്യേക മഹത്വപ്രവേശനം അഥവാ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക എന്ന് ഹോശന്ന എന്ന പദം ജനമാർത്തു പാടിയപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കർത്താവ് പഠിപ്പിക്കുകയാണ്, എന്നും അന്നും ഇന്നും എന്നും ഹല്ലേലൂയ, നിന്നെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്നൊരാത്മീക സന്ദേശം ഈ വേദഭാഗത്തിനകത്ത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഈ റോയൽ എൻട്രിക്കകത്ത് നൽകുകയാണ്. രണ്ടാമത്, ഈ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന മറ്റൊരു ആത്മീക അർത്ഥം എന്ന് പറയുന്നത് ആരവാരങ്ങളിലേക്കല്ല, യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ആരവാരങ്ങളിലേക്കല്ല, യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കുന്ന യേശു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, അവൻ യെരുശലേമിലേക്ക് എത്തിയപ്പോൾ നഗരം മുഴുവൻ ഇളകി എന്നാണ്. എന്തിനാണ് സ്തോത്രം ഈ നഗരം മുഴുവനും ഇളകിയത്? നമ്മളവിടെ കാണുന്ന പല കാരണങ്ങളുണ്ട്. യേശുവിനെ ആരും കയറാത്തതായ ഒരു കഴുതപ്പുറത്ത് കയറ്റുകയാണ്. ജനം തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം വിരിച്ച് രാജവീഥി ഒരുക്കുന്നു. ഹോശന്ന വിളിച്ച് തങ്ങളെ രക്ഷിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഒരു നേതാവിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആദരം യേശു ക്രിസ്തുവിന് അവർ നൽകുകയാണ്. നോക്കണം, ഇത്തരം ആരവാരങ്ങളിൽ മുങ്ങിപ്പോകുന്നതായ ഒരു കർത്താവിനെ അല്ല, മറിച്ച് ഈ ആരവാരങ്ങളുടെ മധ്യത്തിൽ യെരുശലേമിനെ നോക്കി കരയുന്നതായ വിലപിക്കുന്നതായ ഒരു യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്.
ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് യേശു കരഞ്ഞത്? വേദപുസ്തകത്തിനകത്ത് പല പ്രാവശ്യം യേശു കർത്താവ് കരഞ്ഞതിനെക്കുറിച്ച്, കണ്ണുനീർ വാർത്തതിനെക്കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിനകത്ത് വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്തിനാണ് യേശു കർത്താവ് കരഞ്ഞത്? ഒന്നാമത്, യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം. യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്, സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെയാണ് യെരുശലേമിനെ കുറിച്ച് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് കോട്ട കൊത്തളങ്ങളാൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു പട്ടണം. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരിക്കൽ സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പട്ടണമായിരുന്ന യെരുശലേം ഇന്ന് പ്രവാചകന്മാരെ കൊല്ലുകയും കല്ലെറിയുകയും ചെയ്യുന്നതായ ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടത് കണ്ടിട്ട് ദൈവോത്തരനായ യേശു വിലപിക്കുകയാണ്, കരയുകയാണ്. 2, ഇവിടെ പറയുന്നത് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യത്തിനകത്ത് പറയുന്നത്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറച്ച് സംരക്ഷിക്കുന്നത് പോലെ അല്ലയോ യെരുശലേം നിവാസികളെ, അല്ലയോ എൻ്റെ ജനമേ, എനിക്ക് നിങ്ങളെ സംരക്ഷിച്ച് എൻ്റെ മാറോട് ചേർത്ത് നിർത്തുവാൻ എത്രയോ പ്രാവശ്യം മനസ്സായി, നിങ്ങൾക്കോ അതിന് മനസ്സായില്ലല്ലോ എന്നോർത്തിട്ട് കർത്താവ് കരയുകയാണ്. ശത്രു അതിന് ഞെരുക്കി, അതിനെതിരെ വാടകോരിയിട്ടും ഈ ജനം മടങ്ങി ദൈവത്തിലേക്ക് വന്നില്ലല്ലോ, ഈ ജനത്തിനൊരു മാനസാന്തരം ഉണ്ടായില്ലല്ലോ, ഈ ജനത്തെ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ കർത്താവ് കരയുകയാണ്. ഒരു കാര്യം കൂടി യേശു കർത്താവ് ഇതിനകത്ത് പറയുകയാണ്, നിന്റെ സമാധാനത്തിനുള്ളത് ഈ നാളുകളിൽ നീ അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സമാധാനത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. പക്ഷെ ഈ യഹൂദ ജനത കണ്ണിൻ്റെ മുമ്പിൽ യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അവർ സ്തോത്രം ഈ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ അവനെ ക്രൂശിൽ തറച്ച് കൊല്ലുവാനായിട്ട് പദ്ധതി തയ്യാറാക്കുന്നുവല്ലോ എന്നോർത്തപ്പോൾ കർത്താവ് വിലപിക്കുകയാണ്, കരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണ് തിരിക്കേണ്ടത്, നമ്മുടെ മുഖം തിരിക്കേണ്ടത്, നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു സംഗതിയാണ്. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുമ്പോഴും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രവേശനം എൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളതായിത്തീരുന്നത് എന്നുള്ളതാണ്. സഹോദര സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, എത്രയോ പ്രാവശ്യം കർത്താവിൻ്റെ ചിറകിൻ മറവിൽ സങ്കീർത്തനം 91 പറയുന്നത് പോലെ അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ നിന്നെ മറച്ച് നിർത്താനായിട്ട് ദൈവത്തിന് ഇഷ്ടം തോന്നി. എത്രയോ സന്ദർഭങ്ങളിൽ അവൻ നിന്റെ അടുക്കലേക്ക് സ്തോത്രം സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി നിന്റെ അടുക്കലേക്ക് വന്നു. നിന്നെ എത്രമാത്രം ചേർത്ത് നിർത്തി സമാധാനം തരാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വചനങ്ങളെ നിഷേധിച്ച് കല്ലെറിയാനായിട്ട് ശ്രമിച്ച പ്രവാചകന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൂട്ടത്തിൽ താങ്കളായിപ്പോയി എങ്കിൽ സ്തോത്രം, ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ ഒടുവിൽ, പ്രത്യേകിച്ച് ഈ കഷ്ടാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ മടങ്ങി വരണം, എനിക്ക് നിന്നെ ചേർത്ത് നിർത്താൻ ഇഷ്ടമുണ്ട്, നീ എൻ്റെ പൈതലാണ്, നിന്നെ സ്വതന്ത്രമാക്കിയത്, നിന്നെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചത് സ്തോത്രം വീണ്ടും വീണ്ടും നീ എന്നിൽ നിന്ന് അകന്നു പോകാനല്ല, നിന്നെ എൻ്റെ മാറോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നിന്നെ ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്ന നമ്മുടെ ശരീരം ആരാധനാ കേന്ദ്രമായി തീരുന്നതിന് പകരം ഇന്ന് കള്ളന്മാരുടെ ഗുഹയായിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ നോക്കി സങ്കടപ്പെടുകയാണ്, ആകുലപ്പെടുകയാണ്, കർത്താവ് ദുഃഖിക്കുകയാണ്.
ഈ സന്ദേശം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് ഹൃദയപൂർവ്വം ചിന്തിച്ച് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചിട്ട് പറയണം, താഴ്മയോടെ വാഹന മൃഗത്തിൻ്റെ പുറത്തു കയറി വരുന്ന എൻ്റെ മശിഹായ കർത്താവേ, സേവസ് ഞങ്ങളെ രക്ഷിക്കണമേ, ഹോശന്ന എന്ന് പറഞ്ഞ് നമുക്ക് യേശുവിൻ്റെ സഹായം അഭ്യർത്ഥിക്കാൻ കഴിയുമോ? നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായി കഴിയുമോ? എങ്കിൽ ഈ സ്തോത്രം മഹത്വപ്രവേശന കാലം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനർത്ഥമാകും, സ്വർഗം സന്തോഷിക്കുന്നതായ നാളുകളായി മാറും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് യേശു ക്രിസ്തുവിനെ നോക്കി അന്നത്തെ ജനത വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയാമോ? സേവ് us ലോർഡ്, എന്നെ രക്ഷിക്കണമേ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ അപേക്ഷിക്കാമോ? ഏതൊക്കെയോ പാപത്തിൻ്റെ ബന്ധനത്തിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവം ഒന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പാപശക്തികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയാണ്. യേശുവേ, സ്വർഗീയ പിതാവേ, അവിടെ നീ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനു വേണ്ടി അങ്ങയുടെ ജീവിതത്തെ സമർപ്പിച്ചു, രക്തം ചിന്തി. കർത്താവേ, നിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം, പാപമോചനം, വീണ്ടെടുപ്പ്, രക്ഷ ദൈവമേ ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ. കർത്താവേ, ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഫലകരമായി തീരട്ടെ. നീ ഈ സന്ദേശത്തിലൂടെ എൻ്റെ ജനത്തോട് ഇടപെട്ടതിനായി സ്തോത്രം. നിന്റെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും പിശാചിൻ്റെ ബന്ധനത്തിനകത്തായിരിക്കുന്നുണ്ടെങ്കിൽ, രോഗിയായിരിക്കുന്നുണ്ടെങ്കിൽ, എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, അവിടെ നിന്ന് ഉയരത്തിൽ നിന്ന് ഒരു വിടുതലിനെ അയക്കണമേ. അവരായിരിക്കുന്ന ഇടത്ത്, അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഹോശന്ന പെരുന്നാൾ, ഈ ആഘോഷം ഞങ്ങളുടെ ജീവിതത്തിൽ വെറും ആഘോഷമായിട്ടല്ല, ഹൃദയത്തിനകത്ത് കർത്താവിനെ രാജാവും രക്ഷകനുമായി ഏറ്റെടുത്തുകൊണ്ട് സൗമ്യതയോടെ വാഹനമികത്തിൻ്റെ പുറത്തു കയറി ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്ന കർത്താവിനെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ, രാജാവായി അംഗീകരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹോശന്ന ഞായറിൻ്റെ എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.